കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ധാർമ്മികമായി ഉറങ്ങുകയും ബുദ്ധിപരമായി ഉണർന്നിരിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ ബുദ്ധിജീവികളാണ്. ബുദ്ധിപരമായി സജീവരാണെങ്കിലും ധാർമ്മികമായി ഉറക്കത്തിലാണ്. അതിനാൽ ഉറങ്ങുന്നവരെ ഉണരൂ, മരിച്ചവരുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽക്കൂ, അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രശോഭിക്കും എന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഉറങ്ങുന്നവരും മരിച്ചവരും തമ്മിൽ വലിയ അന്തരം ഇല്ലെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഉറങ്ങുന്നവനെ നമുക്ക് തട്ടി ഉണർത്തുവാൻ കഴിയും എന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ അവർ ധാർമ്മികമായി മരിച്ചവരായി കാണുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അവർ ധാർമ്മികമായി ഉറങ്ങുന്ന അഥവാ മരിച്ച അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ തന്നെ എല്ലാ ബിസിനസ് ഉത്തരവാദിത്തങ്ങളും ഓഫീസ് ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുവാനും കഴിയുന്നുണ്ട്. ധാർമ്മികമായി ഉറങ്ങുന്ന അവസ്ഥയിൽ അവർക്ക് ട്രെയിനിലും വിമാനത്തിലും യാത്ര ചെയ്യാം, വാഹനങ്ങൾ ഓടിക്കാം, കളികളിൽ ഏർപ്പെടാം. അത് വാസ്തവം അല്ലേ? അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ധാർമ്മികമായി ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ശാരീരികമായി ഉണർന്നിരിക്കുവാനും ഈ ലോകത്തിൽ വിജയകരമായ ജീവിതം നയിക്കുവാനും കഴിയും. അവർ ധാർമ്മികമായി ഉറങ്ങുന്ന അവസ്ഥയിൽ ആണെങ്കിലും അവർ ചെയ്യുന്ന സ്വാഭാവിക കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു, തെറ്റൊന്നും വരുത്തുന്നതുമില്ല. നമുക്ക് ചുറ്റും ഇത് കാണുവാൻ കഴിയും. നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ ഫ്ലൈറ്റ് കമാൻഡർ ധാർമ്മികമായി ഉറങ്ങുന്ന അഥവാ മരിച്ച വ്യക്തിയായിരിക്കാം. എങ്കിലും അദ്ദേഹം നിങ്ങളെ 15 മണിക്കൂർ കൊണ്ട് ചിക്കാഗോയിൽ കൊണ്ടെത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി മികച്ചതാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ യാത്രയിൽ ഉറങ്ങുവാൻ പോലും സാധിക്കും. താൻ വിമാനം പറപ്പിക്കുന്നതിൽ ഒരു കുഴപ്പവും നിങ്ങൾക്ക് തോന്നുകയില്ല. എങ്കിലും അദ്ദേഹം ധാർമ്മികമായി മരിച്ച് ഉറങ്ങുന്ന അവസ്ഥയിൽ തന്നെ ആണ്. താൻ ചെയ്യുന്ന ജോലിയിൽ തെറ്റൊന്നുമില്ല, എന്നാലും ധാർമ്മികമായി തൻ്റെ ജീവിതം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആകയാൽ ബുദ്ധിപരമായും ശാരീരികമായും ഉണർന്നിരിക്കുമ്പോൾ തന്നെ ധാർമ്മികമായി ഉറങ്ങുന്ന അഥവാ മരിച്ച നിലയിൽ ആയിരിക്കുക തികച്ചും സാധ്യമാണ്. ഈ സമയത്ത് സംഭവിക്കുന്ന ശരിയായ ഒരു കാര്യമാണിത്. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരാൾക്ക് ധാർമ്മികമായി ഉറങ്ങുന്ന അഥവാ മരിച്ച അവസ്ഥയിൽ തൻ്റെ ജോലികളും മറ്റ് ലൗകിക ഉത്തരവാദിത്തങ്ങളും ശരിയായി തന്നെ ചെയ്യുവാൻ കഴിയും. അതിൽ തെറ്റൊന്നും പറയാനില്ല. എങ്കിലും ധാർമ്മികമായി അവരുടെ ജീവിതം ശരിയല്ല. അവർ ധാർമ്മിക നിദ്രയിലാണ്. ധാർമ്മികമായി ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ആരും ഉണർത്തുന്നത് അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടാറില്ല. അത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? അവരുടെ ധാർമ്മിക അവസ്ഥയെ ചോദ്യം ചെയ്യുന്നത് അവർക്കിഷ്ടമല്ല. ധാർമ്മികമായി പൂർണ്ണമായും തെറ്റായ അവരുടെ ജീവിതത്തിലും ജീവിതശൈലിയിലും തുടരുവാൻ അവർ ഇഷ്ടപ്പെടുന്നു. അനീതിയും വ്യാജവും വഞ്ചനയുമുള്ള ആ ജീവിതം അവർ ഇഷ്ടപ്പെടുന്നു. പരദൂഷണം പറയുന്നതും ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നതുമായ ആ ജീവിതശൈലിയിൽ പൂർണ്ണമായും അവർ മുഴുകിക്കഴിഞ്ഞു. ഉണർത്തപ്പെടാൻ അപ്രകാരമുള്ളവർ ആഗ്രഹിക്കുന്നതില്ല എന്നതാണ് വാസ്തവം. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെയാണ് കർത്താവിൻ്റെ ദിവസം വരുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. 1 തെസ്സലോനിക്കർ 5-ന്റെ 2-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. തൻ്റെ സഭയെക്കുറിച്ച് അല്ല അത്, മറിച്ച് ധാർമ്മികമായി ഉറങ്ങുന്ന അഥവാ മരിച്ച അവസ്ഥയിലുള്ളവർക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് അനേകർ ആ അവസ്ഥയിലാണെന്നും ഉണർന്നിരിക്കുവാൻ അവർക്ക് ആഗ്രഹമില്ലെന്നും നാം കാണുന്നു. അവർ ആ മണ്ഡലത്തിൽ ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോക ജീവിതത്തിൽ വളരെ തിരക്കിലാണ്. അവർ സ്വന്തം കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അവർ അവരുടെ തിരക്കേറിയ ജീവിതത്തിലും ജീവിതശൈലിയിലും വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ ധാർമ്മികമായി ഉറങ്ങുന്ന മരിച്ച അവസ്ഥയിലാണ്. അവർ അതിൽ വളരെ സന്തുഷ്ടരാണ്. ദിവസം മുഴുവൻ അവർ പുഞ്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഉറക്കത്തിൽ പുഞ്ചിരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഇന്ന് അങ്ങനെയുള്ളവർ അനേകരുണ്ട്. ദിവസം മുഴുവൻ അവർ പുഞ്ചിരിക്കുന്നവർ ആണെങ്കിലും ജീവിതത്തിൽ ധാർമ്മികമായി അവർ ഉറങ്ങുകയാണ്. അവരുടെ നല്ല കുടുംബജീവിതത്തിൽ അവർ സന്തുഷ്ടരാണ്. നല്ല വീടുകളിലും ജീവിതങ്ങളിലും സുഖലോലുപരായി അവർ തുടരുന്നു.
അവരുടെ നല്ല ജോലി, സമൃദ്ധി, മനോഹരമായ വീട്, സുന്ദരനായ ഭർത്താവ്, സുന്ദരിയായ ഭാര്യ, സൗന്ദര്യമുള്ള കുട്ടികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ സംതൃപ്തരാണ്. എന്നാലും അവരുടെ ധാർമ്മിക തകർച്ചയെക്കുറിച്ച് അവർക്ക് ബോധമില്ല. നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്ന ഒരു നഗ്ന സത്യമാണിത്. നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കാം. അവർ ധാർമ്മിക നിദ്രയിൽ ആയിരിക്കുന്നത് പോലെ നമുക്ക് ആത്മീയ നിദ്രയിലും അലസതയിലും ഇപ്രകാരം ആയിരിക്കുവാൻ കഴിയും. നമ്മിൽ ധാർമ്മികമായി അലസത ഉണ്ടാകണമെന്നില്ല, പക്ഷേ നമ്മിൽ ആത്മീയ അലസത ഉണ്ടാകാം. ധാർമ്മികമായി ശരിയായ നിലയിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവിക കാര്യങ്ങളിലും ദൈവാത്മാവിനോടും ദൈവവചനത്തോടും ദൈവിക ഉദ്ദേശത്തോടും സജീവമല്ലാത്ത ഒരു സ്ഥാനത്ത് ആയിരിക്കുവാൻ നമുക്ക് കഴിയും. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നാം ആത്മീയ നിദ്രയിലായിരിക്കുമ്പോൾ തന്നെ ശാരീരികമായി ഉണർവോടെ നമുക്ക് പലതും ചെയ്യുവാൻ സാധിക്കും. ധാർമ്മികമായി ഉറങ്ങുന്ന മരിച്ച അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ പല കാര്യങ്ങളിലും ശാരീരികമായി സജീവമായിരിക്കുന്നത് പോലെ ആത്മീയമായി ഉറങ്ങുന്ന അഥവാ മരിച്ച അവസ്ഥയിൽ ശരിയായ പല കാര്യങ്ങളും ദൈവജനത്തിന് ചെയ്യുവാൻ കഴിയും. ഈ കാലത്ത് ദൈവജനമായ സഭയുടെ അപകടകരമായ അവസ്ഥയാണിത്. ധാർമ്മികമായി ഉറങ്ങുന്ന മരിച്ച അവസ്ഥയിലുള്ള ഒരു മനുഷ്യന് തൻ്റെ എല്ലാ സ്വാഭാവിക ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാൻ കഴിയുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിലും ഇത് സാധ്യമാണ്. നമ്മിൽ ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ആത്മീയ നിദ്രയിലായിരിക്കുമ്പോൾ നമുക്ക് ഞായറാഴ്ച ആരാധനയിലും ബൈബിൾ പഠനത്തിലും പങ്കെടുക്കുവാൻ കഴിയും. അവിടെ വന്ന് ശരിയായ രീതിയിൽ പാട്ടുകൾ പാടുവാൻ, ശരിയായ ഈണത്തിൽ പാടുവാനും സാധിക്കും. ഈ മുന്നറിയിപ്പിനെ നമുക്ക് അവഗണിക്കാതിരിക്കാം. ധാർമ്മികമായി ഉറങ്ങുന്ന അഥവാ മരിച്ച നിലയിലുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാം എല്ലാവരും പൂർണ്ണ യോജിപ്പിലായിരുന്നു. ആത്മീയമായി ഉറങ്ങുന്ന അവസ്ഥയിലാണെങ്കിലും നാം എല്ലാം ശരിയായി ചെയ്യുന്നവരാകാം. ശരിയായ സ്ഥാനത്ത് കാണപ്പെടുവാനും സാധിക്കും. ആരാധനകളിൽ പതിവായി പങ്കെടുക്കുന്നവരാകാം. ദൈവവചനം കേൾക്കുകയും അതിനോട് ശരിയായി പ്രതികരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകാം. അതിൽ കുറവൊന്നും വന്നിട്ടില്ല. എന്നാലും ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ദൈവവചനത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം സജീവമായി കാണപ്പെടുന്നുണ്ടോ? ഇവിടെയാണ് ദൈവവചനത്തെ ആധാരമാക്കി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ട ആവശ്യം വരുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ദൈവത്തിൻ്റെ പ്രവചന വചനത്തിന് നമുക്ക് തുറന്നു കൊടുക്കാം. ആത്മീയ നിദ്രയും അലസതയും നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് നാം കേൾക്കുന്ന വചനത്തിന് ഇടം കൊടുക്കാം. ആത്മീയ ഉറക്കം, ആത്മീയ അലസത, സംവേദനാക്ഷമതയുടെ അഭാവം എന്നിവയെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.